എൻ്റെ കയ്യിൽ 2 കളർ ജറബറ പ്ലാന്റാണ് ഉള്ളത്. ഒന്ന് മഞ്ഞയും ഒന്ന് ഈ പിങ്കും. ഗാർഡൻ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് ജറബറ പ്ലാന്റാണ്. എൻ്റെ കയ്യിൽ 2 കളറാണുള്ളത്. ഇത് നാടൻ വെറൈറ്റിയാണ്. ഹൈബ്രിഡിനെ അപേക്ഷിച്ച് നടുവാൻ ഏറ്റവും എളുപ്പമുള്ളത് ഈ നാടൻ തന്നെയാണ്. നാടൻ വേഗം ചീഞ്ഞു പോകത്തില്ല, വേഗം പിടിക്കുകയും ചെയ്യും. ഹൈബ്രിഡ് ആണെങ്കിൽ കുറച്ച് പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഈ 2 പോട്ടും നിറഞ്ഞിരിക്കുകയാണ്. ഇതിൽ നിന്നും നമുക്ക് ധാരാളം തൈകൾ ഉണ്ടാക്കാൻ കഴിയും. ഇതിൻ്റെ ചുവട്ടിൽ നിന്നും നമുക്ക് എടുത്ത് മറ്റൊരു പോട്ടിലോട്ട് നട്ടു കൊടുക്കാം. ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് വലിച്ചെടുത്തപ്പോഴേക്കും കുറച്ച് വേര് പൊട്ടി, എങ്കിലും അതിൽ വേരുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പോട്ടിലോട്ട് നട്ടു കൊടുക്കാം. ഞാനിവിടെ മണ്ണിലാണ് നട്ടു കൊടുക്കുന്നത്. അല്പം കൂടി വലുതായ ശേഷം നമുക്ക് വേറൊരു പോട്ടിലോട്ട് മാറ്റാം. വേര് വന്നതിന് ശേഷം നമുക്ക് മണ്ണും ചാണകപ്പൊടിയും ജൈവ കമ്പോസ്റ്റും എല്ലാം ചേർത്ത് ഒന്ന് നട്ടു കൊടുക്കാം. ഇത് ചെറിയ കവറിൽ ആക്കുകയാണെങ്കിൽ നമുക്ക് സെയിൽ ചെയ്യാം. അത്രയും മാത്രം തൈകൾ ഇതിൻ്റെ ചുവട്ടിലുണ്ട്. 2ലും നിറയെ തൈകളാണ്. നിങ്ങളുടെ കയ്യിൽ ഈ 2 കളറും ഉണ്ടോ? കമൻ്റായി രേഖപ്പെടുത്തുക. ഇനി പൂവിടാൻ ഞാൻ കൊടുക്കുന്ന ഫെർട്ടിലൈസറാണ് കാണിക്കുന്നത്. ഉള്ളിയുടെ തൊലിയും പഴത്തിൻ്റെ തൊലിയും നമ്മൾ ഒരു ടിന്നിൽ ഇട്ട് അടച്ചു വെച്ചിരുന്നു. ഇത് 3-4 ദിവസം കഴിയുമ്പോൾ അഴുകും. അതിനെ നമ്മൾ അരിച്ചെടുക്കുന്നു. ഇതിൽ ബീട്രൂട്ടിൻ്റെ തൊലിയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ കളറിൽ കിട്ടിയത്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിൻ്റെ 2 ഇരട്ടി വെള്ളമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഇനി നമുക്ക് ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഇലകളിലും ചുവട്ടും നന്നായി നനയത്തക്ക രീതിയിൽ വേണം നമ്മൾ നനച്ചു കൊടുക്കേണ്ടത്. ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ പൂക്കാത്ത ചെടികളെല്ലാം പൂക്കും. ഇതിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന കരിയിലകളും കാടുമൊക്കെ എടുത്തു മാറ്റുക. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചുവട്ടിൽ നിന്ന് അല്പം മാറി കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വേഗം പൂക്കൾ ഉണ്ടാകാൻ അതും സഹായിക്കും. ഈ ചാനൽ നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ടാകും. സബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് കൂടി ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം ഒരു ലൈക്കും കൂടി. താങ്ക് യു.